പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനും കോടി നന്ദി. ഞാൻ സതി അശോകൻ, കൃപാസന ആര്യക്കര മുഹമ്മയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് 2018 മുതലേ എനിക്കറിയാം. 2018 എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന പേപ്പർ കൊണ്ട് തന്നും കൊന്തയും കാശുരൂപമൊക്കെ തന്നും അവൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ അങ്ങടെയൊക്കെ അടുത്തല്ലേ കൃപാസനം കലവൂർ, അവിടെ ജോസഫ് അച്ഛന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നവൾ പറഞ്ഞു. നീ നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അടുക്കൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം. ഞാനിവിടെ വന്നു. ഞാൻ ചെറുപ്പം മുതലേ യേശു അപ്പച്ചനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പൂജ മുറിയിലുമൊക്കെ യേശു അപ്പച്ചനും കുരിശും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾക്കറിയാമായിരുന്നു ഞാൻ യേശു അപ്പച്ചനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഞാൻ 2023 മെയ്യിലാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പിന് ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്, മോനെ എന്താണ് കുഞ്ഞുങ്ങൾ വേണ്ടേ നമുക്ക്? അതൊക്കെ ദൈവത്തിൻ്റെ വിധിയല്ലേ മമ്മി, അത് എപ്പോഴേലും കിട്ടട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും അവൾക്ക് തോന്നി എന്ന് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന് തോന്നി. ചെക്കപ്പ് ചെയ്തപ്പോൾ അവർക്ക് യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും എൻഡോമെട്രിയാസിസ് എന്നൊരു ചെറിയ രോഗമുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഓപ്പറേഷനാൽ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് കൊടുത്തത്. ഡേറ്റ് കൊടുത്തു. മോൾ എന്നോട് വന്ന് പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞു, മമ്മി എനിക്കിങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് തന്നിരിക്കുന്നത്. അത് 2022 ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ജനുവരിയിലോട്ടാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മോളോട് പറഞ്ഞു, അവൾ പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാണ് മമ്മി, ഓപ്പറേഷൻ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത്, നമ്മളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത്, നമ്മൾ ഒരു നേഴ്സല്ലേ, അപ്പം നമുക്ക് ഓപ്പറേഷത്തിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാമല്ലോ, ഡോക്ടർ അണ്ടർ അനസ്തേഷ്യയിലല്ലേ ഓപ്പറേഷൻ ചെയ്തുള്ളൂ, മുന്നേ പേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവളെ സമാധാനിപ്പിച്ചെങ്കിലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ നീ എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തരില്ലേ അമ്മയെന്ന് ചോദിച്ചു. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് 2 മാസത്തിനകം ഈ ഓപ്പറേഷത്തിന് ഡേറ്റ് തന്നതിന് മുമ്പ് തന്നെ അവൾ കൺസീവായി പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മോളെന്നോട് പറഞ്ഞു, ഇനി ഡോക്ടറെ കാണണോ മമ്മി? ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ടോ കുഴപ്പമില്ല, പക്ഷേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യത്തില്ല, അപ്പം ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ 1.5 മാസമായപ്പോൾ ജനുവരിയിൽ പ്രഗ്നൻറ്റ് പോസിറ്റീവ് അറിഞ്ഞ് ഫെബ്രുവരിയിൽ അത് അബോർട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, അവൾക്ക് ഒത്തിരി വിഷമമായി. 3-4 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് അവൾക്കൊരു ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഒന്ന് പോസിറ്റീവ് കാണിച്ചിട്ട് പിന്നെ അത് അബോർട്ടായി പോയപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്ക് ഇവിടെ വന്ന് എന്നും മിക്കവാറും വരും ഞാൻ ഇവിടെ ഒന്നും പ്രാർത്ഥിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 29. അതിനുശേഷം എന്നും ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കൂടെ വന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് പോകും. പേപ്പറൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുമല്ലോ കഴിയും. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു എൻ്റെ ഫോണിൽ ഞാൻ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റായി അങ്ങ് ഫോൺ നിന്നുപോയി. ഞാനടുത്ത് എന്ത് പറ്റി, എൻ്റെ ഫോൺ അഴുക്കായതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അന്നേരം എനിക്കെന്തോ ഒരു ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് തോന്നി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. എല്ലാം പ്രാർത്ഥന. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഫോൺ അങ്ങ് ശരിയാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ ജൂം ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ലേഡിയുടെ കണ്ണ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു, എടി ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? അതപ്പം നിൻ്റെ വീട്ടിൽ അമ്മ മാതാവ് വന്നതാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചതൊക്കെ, അമ്മ മാതാവ് നിൻ്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. ആ മാസം തന്നെ 90 ദിവസമായില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട്, മോള് പ്രഗ്നൻ്റായി എന്ന് അവളെന്നെ കേൾപ്പിച്ചു, പ്രഗ്നൻറ്റ് പോസിറ്റീവ്. അങ്ങനെ 9 മാസം പൂർണ്ണ ഗർഭിണിയായി അവളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് ഇന്ന് ഈ കൂട്ടത്തിൽ നിൽക്കുന്നത്. അവളും മോളുമാണ്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്താതെ എനിക്ക് തരണം. ഞാനിവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിനെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് കാണിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് മക്കളെ കൊണ്ടുപോയത്. അതിനുശേഷം അവർക്ക് UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവർ UK താമസം. UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു വീട് മേടിക്കാൻ അവർക്ക് അവസരം കിട്ടി. അമ്മ മാതാവ് അതിനും കനിഞ്ഞു. പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്തൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കോവിഡിലും മരിച്ച് ജീവിച്ച വ്യക്തികളാണ്. അന്നും അമ്മ മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞാൻ എന്ത് കാര്യം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് അതെല്ലാം എനിക്ക് സാധിച്ചു തരാറുണ്ട്. അതിനൊരു പരിഹാര മാർഗ്ഗം ഉണ്ടാക്കി തരാറുണ്ട്. എന്ത് കാര്യത്തിനും. മോള് UK പോകാനാണെങ്കിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരോ പരിഹാര മാർഗ്ഗം അമ്മ തന്നെ കാണിച്ചു തരും. ഞാൻ അറിയുകയും അറിവില്ലാത്തതുമായ വ്യക്തികൾ എനിക്ക് സഹായത്തിനെത്തുകയും ഓരോരോ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുകയും ചെയ്ത അമ്മ മാതാവാണ് എല്ലാത്തിനും മുമ്പിൽ. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉള്ളത്. എന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഭക്തയായിരിക്കും.
അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ അസുഖമുള്ളവരുടെ അടുത്തൊക്കെ പോയി അസുഖങ്ങൾക്ക് ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും വൃദ്ധാലയങ്ങളിൽ പോയി അവർക്ക് പറ്റുന്നവർക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുകയും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും പൈസയായിട്ടും അവർക്കങ്ങനെ പല ഇതും വൃദ്ധാലയത്തിലും ഓൾഡ് ഏജ് ഹോമിൽ എല്ലായിടത്തും അനാഥാലയങ്ങളിലൊക്കെ പോയി എല്ലാം ചെയ്യും. യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് പാവങ്ങൾ പൈസ അയക്കണമെന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ വീടുകളിലാണ്ട് അടുത്തുള്ളവർക്കും ഒക്കെ അസുഖമായിട്ട് കിടക്കുന്നവരെയൊക്കെ പോയി സഹായിക്കും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പത്രങ്ങളാണെങ്കിലും ഞാൻ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കും. അവരോടൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പേപ്പറുകൾ കൊടുക്കും. ഞങ്ങളുടെ കുടുംബശ്രീകളിലൊക്കെ പേപ്പർ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും എന്നെ ചിലരൊക്കെ കളിയാക്കും, എന്നാലും ഞാനത് ഒന്നും കാര്യമാക്കാറില്ല. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അമ്മയുടെ പ്രാർത്ഥിക്കുന്നവർക്ക് നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഓരോരോ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ട്. പക്ഷേ എല്ലാം ഞാനിവിടെ പറയുന്നില്ല, ഇപ്പം സമയത്ത് ചുരുക്കം കാരണം അമ്മ മാതാവ് പറയുന്നില്ല. അമ്മ മാതാവിനും യേശുപ്പച്ചനും കോടാനുകോടി നന്ദി. ആത്മീയ ജീവിത പ്രാർത്ഥന എന്നും രാവിലെ നേരം വെളുത്ത് എണീറ്റാലുടൻ അമ്മ മാതാവിൻ്റെ നാമത്തിലാണ് എണീക്കുന്നത്. ദിവസം മുഴുവൻ അമ്മ മാതാവ് പ്രാർത്ഥിക്കും. യൂട്യൂബിലൊക്കെ തന്നാൽ അച്ഛൻ്റെ ആരാധനകളൊക്കെ കൂടും. ഓരോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. വീട്ടിലും എന്നും പ്രാർത്ഥനയുണ്ട്. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവിന് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ കിടക്കാറില്ല. കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലും. ജപമാലയും ഞാനിവിടെ ഒക്ടോബറിൽ ജപമാല കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടു പോയത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഒത്തിരി തിക്കും തിരക്കിനകത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വീണു പോകാൻ പോലെ തുടങ്ങി. അന്നും ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ജീവനോടെ വീട്ടിലെത്തില്ലെന്ന്. പക്ഷേ അമ്മ മാതാവ് കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തി അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു. അത്രയ്ക്കും തിക്കും തിരക്കുമായിരുന്നു. ആ ജപമാലയിൽ ഞാൻ പങ്കെടുത്തിന് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാതെ ഉണ്ട്. അവിടെ അങ്ങനെ ഞാൻ ആ ജപമാലയിൽ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ജപമാലയിൽ പങ്കെടുക്കേണ്ടതെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ പോയി ആ ജപമാലയിൽ പങ്കെടുക്കുകയും അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. യേശുപ്പച്ചനും കൃപാസന മാതാവിനും കോടി നന്ദി. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. മോശ തൻ്റെ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ ജനം അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവ സാന്നിധ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവം കൂടെയുള്ള ഒരു ശ്രേഷ്ഠ ജനമാണ് ഉടമ്പടി മക്കൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും കൂടെയുള്ള ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം വചനം പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്നാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആ യാത്രയിൽ നാം മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തിന് ശ്രേഷ്ഠമായ ഒരു ജനതയാണ് ഉടമ്പടി മക്കൾ. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ എന്ത് കാര്യവും ഈശോയിലേക്ക് സമർപ്പിക്കാവുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. എന്തായാലും ഏതായാലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല, നഷ്ടപ്പെട്ടു പോകും, ഇനി നടക്കില്ല എന്ന് തോന്നുന്ന ഏത് കാര്യമായാലും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, കാനായിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ കരങ്ങളിലേക്കാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സതി അശോകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് 4 വർഷത്തോളം കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു ദമ്പതികളുടെ കാര്യമാണ്. അത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 മാസം ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് മുൻപ് പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്. ഫസ്റ്റ് ചൈൽഡ് അബോർഷനായി. പിന്നീട് വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെയാണ് മകൾ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്നത്.
അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിലൂടെ ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെയും അസാധ്യമായി തോന്നിയ കാര്യമാണ് ഈശോയും അമ്മയും നടത്തി കൊടുത്തത്. പിന്നീട് ഈ മകളുടെ സാക്ഷ്യം പറഞ്ഞത് UK ഒരു ഭവനം കിട്ടുക എന്നത് ഒരു വളരെ പ്രയാസകരമായ, വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ് മകൾക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് താവുന്ന കാര്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഒരു ശ്രേഷ്ഠ ജനമാണ്. നമ്മൾക്ക് ഈശോ സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിത യാത്രയിൽ ഉടമ്പടി വഴി ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 15:18 പറയുന്നത്. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. നമ്മളെ ദൈവത്തിന് നന്നായി അറിയാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നാണ് പുറപ്പാട് 14:14 പറയുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും നമുക്ക് വേണ്ടി വാദിക്കാനും നമുക്ക് വേണ്ടി യാചിക്കാനുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പുറപ്പാട് 34:10 പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും ഇടപെടുവാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സതി അശോകന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.